നമ്മുടെ ഈ മംഗലാപുരത്തിന് തൊട്ടടുത്ത് കാസർഗോഡുള്ള മഞ്ചേശ്വരത്തെ പൊസോട്ട് തങ്ങൾ പാപ്പല്ലേ, ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ പാപ്പ, യഖീനിന്റെ മകുടോദാഹരണമായ വല്ലാത്തൊരു മനുഷ്യൻ. ഒരു മനുഷ്യൻ ഖളായിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവരെ കണ്ടു പഠിക്കേണ്ടിയിരുന്നു. ഒരു മനുഷ്യന്റെ യഖീനായ ഈമാൻ എന്താണെന്ന് അവരെ കണ്ട് പഠിക്കേണ്ടിയിരുന്നു. ബുഖാരി മസ്ജിദ് ഉദ്ഘാടനം ചെയ്ത് അവിടുത്തെ ക്യാമ്പസിൽ നിന്ന് അവിടുത്തെ പള്ളി ഉദ്ഘാടനം ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഇതിന് കുറ്റി തറച്ചിട്ട് എൻ്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞു, പടച്ചോനെ അനക്കിവിടെ ഒരു പള്ളി ഉണ്ടാവാൻ ലക്ഷ്യമുണ്ടെങ്കിൽ ആ പള്ളി ഇവിടെ ഉണ്ടാവട്ടെ, എനിക്ക് വേണ്ടി മാത്രം ഒരു പള്ളി വേണ്ട. അത് പറയാൻ മാത്രം ചെങ്കൂറ്റമുള്ള ഒരു മഹാൻ. ആ മഹാനായ മനുഷ്യന്റെ റൂമിലേക്ക് ഞാൻ ചെന്നു. മുത്തുനബി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറയാനാ ഞാനിത് പറയുന്നത്. ആ റൂമിൽ ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. അയാളുടെ ശരീരത്തിൽ ശൈത്താൻ കയറിയിട്ടുണ്ട്. അന്ന് നടക്കേണ്ട നിക്കാഹാണ്, അദ്ദേഹത്തിൻ്റെ നിക്കാഹ് അന്ന് നടക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹം റൂമിലേക്ക് എത്തുന്നത് വരെ അദ്ദേഹത്തിൻ്റെ സംസാരം ഇന്ന് നടക്കൂല, നിക്കാഹ് ഇന്ന് നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുള്ളുകയാണ്. ഉസ്താദിൻ്റെ റൂമിലേക്ക് ഈ ശൈത്താൻ കൂടിയ മനുഷ്യൻ ഇങ്ങോട്ട് കിടന്ന പാടെ ഈ ശൈത്താൻ പറഞ്ഞു, തങ്ങളെ നിങ്ങളിതിൽ ഇടപെടരുത്. അതിൽ ഉസ്താദ് പറഞ്ഞു, ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ട്, തങ്ങളെ നിങ്ങളിതിൽ ഇടപെടരുത്. ഞാൻ ഇടപെടണോ വേണ്ടേ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. മലപ്പുറം ഭാഷയിൽ പറഞ്ഞു, ഞാൻ ഇടപെടണോ വേണ്ടേ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നാ തങ്ങളെ ഞങ്ങൾ പൊയ്ക്കോളാം. എന്നോട് ചോദിച്ചിട്ട് വന്നതാവണ്ടേ, എന്നോട് ചോദിച്ചിട്ട് പോകാൻ. ഇത് രണ്ടും പറഞ്ഞിട്ട് തങ്ങൾ താഴ്ഭാഗത്ത് ഒന്ന് നിവർന്ന് നിന്നിട്ട് പറഞ്ഞു, നീ നിന്റെ ആളുകളൊക്കെ കൂട്ടി വാ, ഞാൻ നിന്റെ ആളുകളൊക്കെ കൂട്ടി വരാം, 11 മണിക്ക് നിക്കാഹ് നടക്കുന്ന വരച്ചു കൊടുത്തു. ഇത് പറഞ്ഞതിന് ശേഷം ഉസ്താദ് ഒന്നിങ്ങനെ തല താഴ്ത്തി. അല്പസമയം തല താഴ്ത്തി നിന്നപ്പോഴേക്ക് ഇവൻ തുള്ളി, തങ്ങളെ ഞങ്ങൾ പോയിക്കോളാം, തങ്ങളെ നിങ്ങൾ റസൂലുള്ളാഹിനെ വിളിക്കല്ലി, എനിക്ക് പേടിയാകുന്നു, തങ്ങളെ നിങ്ങൾ റസൂലുള്ളാഹിനെ വിളിക്കല്ലി, എനിക്ക് പേടിയാകുന്നു. ഇവിടെ വല്ലാത്ത വെളിച്ചം. ഇതങ്ങ് പറഞ്ഞ് ഇവൻ തുള്ളിയിട്ട് ശൈത്താൻ ശരീരത്തിൽ നിന്ന് ഇറങ്ങി ഓടി. ഈ മനുഷ്യൻ ഒരസുഖവുമില്ലാത്ത വ്യക്തിയെപ്പോലെ ഇങ്ങോട്ട് എണീറ്റ് നിന്നു. ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണാണ്. ഈ വ്യക്തിയുടെ രോഗം സുഖപ്പെട്ടു, ശൈത്താൻ ഇറങ്ങി ഓടി. 11 മണിക്കാ നിക്കാഹ് നടന്നു. പിന്നെ കുട്ടികളായി. ഞാൻ തങ്ങളോട് കുറച്ച് സോഷ്യലായിട്ട് ഇടപെടലുണ്ട്. അപ്പം ഞാൻ ഇന്നാളത്തെ കഥ അതൊക്കെ പറഞ്ഞോളൂ, അതൊക്കെ കുട്ടികളും മക്കളൊക്കെ ആയില്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര ഹരായിട്ട് പറഞ്ഞോട്. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് എന്താണ് ഒരു കാര്യം, തങ്ങളെ നിങ്ങൾ റസൂലുള്ളാഹിനെ വിളിക്കല്ലി, എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞല്ലോ, അതെന്തേനൂന്ന് ചോദിച്ചു. ഇവിടെ വല്ലാത്തൊരു വെളിച്ചം എന്നും പറഞ്ഞല്ലോ, അതെന്തേനൂന്ന് ചോദിച്ചു. അപ്പോൾ തങ്ങൾ പാപ്പ പറഞ്ഞു, ഞാനത് കേട്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞോ ഓനോ ചോദിച്ചു. അങ്ങനെ പറഞ്ഞു. എന്നാലേ ഇവിടെ വല്ലാത്തൊരു വെളിച്ചം എന്ന് പറഞ്ഞില്ലേ, അത് മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് നക്ഷത്രങ്ങളെ താരങ്ങളെ കാണും പോലെയാണ്. ശൈത്താന്മാർക്ക് താഴോട്ട് നോക്കുമ്പോൾ സ്വാലിഹീങ്ങളെ കാണുക. അത് അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് പിന്നെ ഒരു ഹദീസിൽ ഞാൻ കണ്ടു. പിന്നെ ഞാൻ ആ സമയം അള്ളാഹുവിൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എൻ്റെ മനസ്സിലേക്ക് ഹാജരാക്കുകയായിരുന്നു. കാരണം അവിടുന്ന് വന്ന സഭയിൽ ശൈത്താനെ നിൽക്കക്കള്ളിണ്ടാവില്ല, വെറുതെ ഓടും. അതുകൊണ്ട് ആ സദസ്സിലേക്ക് ആരെ വിളിച്ചതാണ്? ഞാൻ എൻ്റെ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ ഹാജരാക്കുകയായിരുന്നു. അള്ളാഹിൻ്റെ റസൂലിനെ മനസ്സിലേക്ക് ഹാജരാക്കിയപ്പോഴേക്ക് ശൈത്താൻ പടി കടന്നോടി, പടിവിട്ടോടി. ഇതാണ് ഹബീബുനാ റസൂലുള്ളാഹ്. ഈ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, എൻ്റെ മേലിൽ സ്വലാത്തിന് അധികരിപ്പിക്കുന്ന